الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ആദരണീയരായ തങ്ങളവർകൾ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട ഔക്കർ മുസ്ലിയാർ അബൂബക്കർ ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുമായി 1974 മുതൽ കണ്ടും അടുത്തു ബന്ധപ്പെട്ടും എപ്പോഴും ബന്ധപ്പെട്ടും മരിക്കുന്നതുവരെ കഴിഞ്ഞിട്ടുള്ളവരാണെന്ന നിലക്ക് ഓർമ്മകളും വിഷയങ്ങളും പറയാൻ ധാരാളം ഉണ്ടാകും. 1974 എൻ്റെ അഭിവന്ദരായ ഗുരു മരുതയിലെ ഷെയ്ഖുന അലി ഉസ്താദ് അവറുകൾ ഹജ്ജിന് പോകുന്ന വേളയിൽ ഞങ്ങൾ മരുതയിലെ അത്യാവശ്യം മുതിർന്നവരെല്ലാം തൽക്കാലം മറ്റൊരു മുദരിസിനെ ആക്കുന്നതിലും ഭേദം മരുതയിലെ ഒരാളെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ അവിടെ നിർത്തി ഭേദപ്പെട്ട കുട്ടികളെയൊക്കെ വണ്ടൂരിലേക്ക് അയക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ അവറുകൾ നിർദ്ദേശിച്ചു. സാധാരണഗതിയിൽ ഒരു ഉസ്താദ് ഹജ്ജിന് പോകുന്ന വേളയിലാണ് ധാരാളം കുട്ടികളുള്ള ദർസാണെങ്കിൽ ആ ദർസിലെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാശാകാറ്. ഉസ്താദന്മാർ ഹജ്ജിന് പോകുന്ന വേള നോക്കി കുട്ടികളൊക്കെ അവിടുന്ന് വിടും. അങ്ങനെയാണ് സാധാരണ ദർസ് അൽക്കുക നാശപ്പെടാറുള്ളത്. ഇത് മരുതയിലെ ദർസിന് സംഭവിക്കരുത് എന്നാലോചിച്ചുകൊണ്ട് ഷെയ്ഖുനാക്ക് ഇഷ്ടപ്പെട്ട ആളെന്ന നിലക്കും വണ്ടൂരിലെ കോളേജിലേക്ക് വർഷാവർഷം മുതിർന്ന വിദ്യാർത്ഥികളെ മുത്തവൽ കോഴ്സിലേക്ക് അയക്കുന്നു എന്ന നിലക്കുമൊക്കെ മരുതയിലെ ദർസ് നാശപ്പെടാതിരിക്കൽ ഷെയ്ഖുന അവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മുതിർന്നവരായവരൊക്കെ, ഞങ്ങളൊരു 10-40 പേര് ഉണ്ടാവും, അവരൊന്നിച്ച് ബാക്കി ചെറുപ്പക്കാരൊക്കെ അവിടെ നിർത്തി ഒരു തഫ്സീർ മേലെ മഹല്ലൊക്കെ തുടങ്ങാനായ ആ ആളുകളൊക്കെ വണ്ടൂരിൽ കൊണ്ടുവന്നാക്കണമെന്ന് ഷെയ്ഖുന അവറുകൾ നിർദ്ദേശിച്ചു. ആ 74 വരുമ്പോൾ അതെനിക്കൊരു 15 വയസ്സൊക്കെ ഉണ്ടാവും. ആ കാലത്ത് അവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ ഔക്കർ മുസ്ലിയാർ. വെറ്റില മുറുക്കി ഒരു വയസ്സും കാരണൂര്. എല്ലാവരും കാസർഗോഡ് എന്നാണ് വിളിക്കാറ്. ഞങ്ങളും കുട്ടികളും അങ്ങനെ തന്നെ വിളിച്ചു, കാസർഗോഡ്. ഞാനേറ്റ് വയസ്സിൻ്റെ നല്ല മാറ്റം ഉണ്ടാവും. ആ 74 മുതൽ പിന്നീട് ഇടക്കിടക്ക് അവിടെ ചെല്ലുമ്പോഴും പിന്നീട് ബന്ധപ്പെടുമ്പോഴുമെല്ലാം കാസർഗോഡ് എന്ന്, അത് ദൂരം നിന്നുള്ള കുട്ടികളൊക്കെ നാടിൻ്റെ പേര് പറഞ്ഞാണ് അധികം വിളിക്കുക. കാസർഗോഡ് വഴിക്കാണെങ്കിൽ പിന്നെ ഏത് നാടാണ്? കാസർഗോഡും പടി എത്ര ദൂരമുണ്ട് കനക്കമതിലായിട്ട്. എനിക്ക് പിന്നെ അധികം വിലാസം കിട്ടും, സ്ഥലവും കിട്ടി. നുസ്രത്തിൻ്റെ അഡ്രസ്സും മറ്റൊക്കെ എഴുതുന്നത് കൊണ്ട്, അതുപോലെ ഈ എഴുതി വെച്ച അവരുടെ ലെഡ്ജറും രജിസ്റ്ററും ഒക്കെ നോക്കുന്നത് കൊണ്ട് ഇവരുടെയൊക്കെ പേരും സ്ഥലമൊക്കെ ഉണ്ടാവും. അത് കനക്കമജൽ എന്നാണ്. കനക്കമജലും ഈ പറയുന്ന കാസർഗോഡായിട്ട് ഒരുപാട് ദൂരമുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കാസർഗോഡ് എന്ന് വിളിക്കും.
അതൊരു പ്രത്യേക മട്ടത്തിലാണ് മൂപ്പരുടെ പെരുമാറ്റം. ശൈഖുനാവറുകളും നല്ലോണം മുറുക്കും, വെറ്റില മുറുക്കുക. അതേപോലെ ഉണ്ണി ഉസ്താദ് അവറുകളും നല്ലോണം മുറുക്കും. ശൈഖുനാവറുകൾ റമദാൻ മാസത്തെ പകലുണ്ടാവുള്ളൂ മുറുക്കാത്തത്, അല്ലാത്ത എല്ലാ സമയത്തും മുറുക്കും. നിസ്കരിക്കണ നേരത്തെ എല്ലാം എടുത്തൊക്കെ ചെയ്യുള്ളൂ, ഒന്നും കുൽക്കൊഴിഞ്ഞ് അങ്ങനെ നിസ്കരിക്കും. അതാണ് മൂപ്പരെ സദാസമയവും വെറ്റിലാണൊക്കെ. അതുപോലെ മുറുക്കും ഈ കാസർഗോഡ്. അതുപോലെ തന്നെ തുണിയിലും മുണ്ടിലും ഒക്കെ ശൈഖുനാനിലെ വസ്ത്രത്തിൽ എന്ന പോലെ തന്നെ ഈ കാസർഗോഡിൻ്റെ വസ്ത്രത്തിലൊക്കെ ഇത് മുഖ്യമതി. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ബന്ധം, ഒരു പ്രത്യേക ശ്രദ്ധ എല്ലാവരുടെ ഇടയിലും മൂപ്പർക്കുണ്ടാവും. പിന്നെ എല്ലാ തമാശയിലും എല്ലാ സംഗതിയിലും അതോടൊപ്പം കാര്യത്തിലുമായാണ് മൂപ്പരുടെ ജീവിതം. സ്വന്തമായുള്ള ജീവിതം, തസവുഫിൻ്റെ കിതാബുകൾ പ്രത്യേക ദർസ് നടത്തുന്നത്, അത് കേൾക്കുന്നതിലാണ് അവർക്ക് വലിയ താല്പര്യം. അധികവും തസവുഫിൻ്റെ കിതാബുകൾ ദർസ് നടത്തുന്നത് ബഹുമാനപ്പെട്ട ഉണ്ണി ഉസ്താദ് അവറുകളാണ്. ഉണ്ണി ഉസ്താദ് അവറുകളുടെ ക്ലാസ്സിൽ അവർക്ക് വലിയ താല്പര്യമാണ്. സദാസമയവും ആ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് അവരോടൊപ്പം തന്നെ കഴിയുന്ന ഒരു സ്വഭാവം. ആ രൂപത്തിലാണ് അവർ വണ്ടൂരിൽ കഴിഞ്ഞിരുന്നത്. ഒരാളുടെ വലുപ്പം, ചെറുപ്പം, ആളുടെ സ്ഥാനം, ഇതൊന്നും അളക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്തായ ഔദാര്യമാണ്. അള്ളാഹുവിൻ്റെ അടിയങ്ങളായ മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സവിശേഷത അള്ളാഹു ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുന്നു, ഒരു സിർറു ഖുസൂസിയ. മനുഷ്യന്മാരുടെ ഖുസൂസിയത്ത് എന്ന് പറയുന്നത്, അതായത് അവരുടെ പ്രത്യേകതയും സവിശേഷതയും, അള്ളാഹുവിൻ്റെ ഉള്ള സ്ഥാനമാണല്ലോ സവിശേഷത, അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് സവിശേഷത. ഈ സവിശേഷതയുടെ സിർറ്, അതിൻ്റെ രഹസ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിച്ചു വെച്ചിരിക്കുന്നു ആളുകളിൽ നിന്ന്. അത് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എല്ലാവരും ഒരുപോലെയാണ്, തിന്നും കുടിക്കും വിസർജിക്കും തുപ്പും, അവരവരുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങളിലെ എല്ലാ പെരുമാറ്റങ്ങളും പെരുമാറും. പക്ഷെ അവർക്ക് അള്ളാഹുവിങ്കലുള്ള പദവി എത്രയാണ്, അവരുടെ ആത്മാവിൻ്റെ സ്ഥാനം എത്രയാണ് എന്നറിയാൻ പെട്ടെന്നൊരു മാർഗമില്ല, സാധാരണക്കാർക്ക് ഒട്ടും മാർഗമില്ല. പിന്നെ ആ വഴിയിൽ അല്ലാഹു തആല ഖുസൂസിയത്തും സവിശേഷതയും ഒക്കെ നൽകിയിട്ടുള്ള ഔലിയാക്കന്മാർക്കേ ആളുകൾ തിരിയുള്ളൂ. അങ്ങനെ തിരിയാൻ നമുക്കൊട്ട് കഴിയൂല. അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. നമ്മളെ ഇടയിൽ കൂടിയാടുന്ന ഒരാൾ, നമ്മളെ കൂട്ടത്തിൽ കൂടുന്ന ഒരാൾ, നമ്മുടെ കൂട്ടത്തിൽ തമാശ പറയുന്ന ആള്, നമ്മുടെ കൂട്ടത്തിൽ ചിരിക്കുന്ന ആള്, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആള്, അപ്പൊ നമ്മളിൽപ്പെട്ട ഒരാള് എന്ന് സാധാരണഗതിയിൽ ആളുകളെ വിലയിരുത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വല്ലാത്തൊരു മീസത്ത്, ആളെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ അളവ് പോലെ ഞങ്ങളുടെ അടുക്കലുണ്ട്. ഞങ്ങൾ എപ്പോഴും ആളുകളെ മനസ്സിലാക്കാറുള്ളത് ശൈഖുനായുമായുള്ള അടുപ്പവും ശൈഖുനാക്ക് അങ്ങോട്ടുള്ള അടുപ്പവും നോക്കിയിട്ടാണ്. ഷെയ്ഖുന താജുൽ ഉലമ, വണ്ടൂരിലെ താജുൽ ഉലമയെ കുറിച്ചാണ് ഞാൻ ഈ ഷെയ്ഖുന എന്ന് പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റി, വായിൽ അങ്ങനെ വരുന്നതുകൊണ്ടാണ്. വണ്ടൂരിൽ മറപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ ഔക്കർ മുസ്ലിയാരും അവിടെ പഠിച്ചതാണ് ഇപ്പം ഈ വിവരിക്കണത് ഞാൻ. ആ ഷെയ്ഖുനായുമായുള്ള ബന്ധം എങ്ങനെയാണ് ഈ ആൾക്ക്, ഷെയ്ഖുനാക്ക് ആ ആളുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഇത് ഞങ്ങളുടെ ശിഷ്യ കുടുംബത്തിൽ പൊതുവിൽ അറിയും. ആ അടുപ്പത്തിനനുസരിച്ചാണ് ഞങ്ങൾ ആളെ വകതിരിക്കാറുള്ളത്. ഷെയ്ഖുനാക്ക് നല്ല ബന്ധമുള്ള ആളാണെങ്കിൽ, നല്ല ഇഷ്ടമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ മാനിച്ചേ തീരുള്ളൂ, ബഹുമാനിച്ചേ തീരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. അത്ര ബന്ധമില്ലാത്ത ആളുകളാണെങ്കിൽ അത് വേറിട്ട് അറിയുകയും ചെയ്യും. ആ നിലക്കൊരു പ്രത്യേക അളവുകോൽ ആളെ അളക്കുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അതൊരു ചെറിയ സംഗതിയല്ല, ഒരു അളവുകോല് കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സംഗതിയല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അളവുകോല് ആളെ തിരിയാൻ വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുനായുടെ ശിഷ്യ കുടുംബത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുനായുമായുള്ള അടുപ്പമാണ് ഞങ്ങളുടെ അളവുകോല്. ഈ അളവുകോല് വെച്ചാണ് ഞങ്ങൾ ആളുകളെ കണക്കാക്കാറുള്ളത്. പച്ച പൊട്ടന്മാരുണ്ടാവും സാധാരണഗതിയിലുള്ള സ്വന്തം ജീവിതത്തിൽ. വലിയ കിതാബുകളൊക്കെ തിരിയുന്ന നല്ല നല്ല ബുദ്ധിമാന്മാരും ആലിമീങ്ങളും ഉണ്ടാവും. അങ്ങനെയൊന്നും തിരിയാത്ത സാധുക്കൾ ഉണ്ടാവും. നല്ല ഇബാദത്തും ദിക്റുകളും നിസ്കാരവുമായി തന്നെ കഴിഞ്ഞുകൂടുന്നവരുണ്ടാകും. അതൊന്നും സാധാരണഗതിയിൽ അത്രയൊന്നും ഇല്ലാത്ത ഫർദൊക്കെ മാത്രം നിസ്കരിച്ച് നടക്കുന്നവരുണ്ടാകും.
ഇങ്ങനെ പല വിധത്തിലാണല്ലോ ആളുകൾ ഉണ്ടാക്കുക. ഒരു ദർസിലും ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പല സ്വഭാവക്കാരുണ്ടാകും. ശൈഖുനായുടെ ശിക്ഷ കുടുംബത്തിൽ ഈ കണക്കിനൊക്കെ എല്ലാവരും ഉണ്ട്. തിരിയണവരുണ്ട്, തിരിയാത്തവരുണ്ട്, പൊട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരുമായെല്ലാം ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ശൈഖുനാക്ക് അവരോട് എന്തു ബന്ധമാണ്, എങ്ങനെയാണ് ബന്ധം, ഇഷ്ടത്തിൻ്റെ നല്ല ബന്ധമാണോ, അത് നല്ല ഇഷ്ടമാണോ, അതോ കുറഞ്ഞ ഇഷ്ടമാണോ, ഇത് നോക്കിയാണ് ഞങ്ങൾ ആളുകളുടെ സവിശേഷത കണക്കൂട്ടാറുള്ളത്, പ്രത്യേകത കണക്കാട്ടുള്ളത്. ഈ കണക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത് വേണ്ടേ, നമ്മുടെ കാസർഗോഡ് എന്ന് നമ്മൾ വിളിക്കുന്ന, ഇപ്പം നമ്മൾ അനുസ്മരിക്കുന്ന, ഇവിടെ നമ്മുടെ ചാരത്ത് കിടക്കുന്ന ആൾ, നമ്മുടെ എല്ലാ സംരംഭങ്ങളും നമ്മളിപ്പോൾ ഈ നടത്തുന്ന പരിപാടികളൊക്കെ നമ്മുടെ വിശ്വാസപ്രകാരം അദ്ദേഹം അറിയുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ തന്നെയുള്ള നമ്മൾ നേരിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സലാം പറയാന്ന് വെച്ചാൽ അങ്ങനെ സലാം പറയാം, നേരിട്ട് പറയുമ്പോൾ എങ്ങനെയാ പറയാന്ന് വെച്ചാൽ അങ്ങനെ പറയണം മരിച്ചവരോട് എന്നാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം. ആരോടും അങ്ങനെ തന്നെയാണ്, സംസാരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്, മയ്യത്തിന്റെ അടുത്ത് നിൽക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ജീവിതകാലത്ത് അടുത്ത് നിൽക്കുന്നവർ അടുത്ത് തന്നെ നിൽക്കണം, വിട്ടു നിൽക്കുന്നവർ വിട്ടു തന്നെ നിൽക്കണം. ജീവിതകാലത്ത് എങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നതെങ്കിൽ അതേപോലെ തന്നെയാണ് അവർ മരണപ്പെട്ട ശേഷവും അവരോട് അടുത്ത് നിൽക്കേണ്ടതും സംഭാഷണം നടത്തേണ്ടതും സംസാരിക്കേണ്ടതും എന്നാണ് ശറഈ നമ്മെ പഠിപ്പിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? ജീവിച്ച ശേഷം അവർ മരണപ്പെട്ടാലും നമുക്കിടയിൽ ജീവിക്കുക തന്നെയാണ്. പക്ഷേ അവർ ബർസഖിന്റെ ലോകത്തും നമ്മൾ ഈ ലോകത്തുമാണ് അങ്ങനെയുള്ളൂ. ഇപ്പം ഈ ലോകത്തിൽ നിന്ന് ബർസഖിന്റെ ലോകത്തേക്ക് നമ്മൾ സലാം പറയുമ്പോഴും അടുക്കുമ്പോഴും ഒക്കെ അറിയുന്ന പോലെ നമ്മളിവിടെ ചാരത്തിൽ നിന്ന് പറയുന്നതൊക്കെ അദ്ദേഹം കേൾക്കുമല്ലോ, അദ്ദേഹം അറിയും. ഇതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം കൺകുളിർക്ക സന്തോഷിക്കുകയും ആ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉപകാരമാവുകയും ചെയ്യട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ജീവിതകാലത്ത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പൊ ആ നിലക്കുള്ള ചില അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾക്കിടയിലുള്ള അനുഭവങ്ങളിൽ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മുതിർന്ന ജ്യേഷ്ഠനായി ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തോട് പെരുമാറുള്ളത്. വയസ്സ് നല്ല മൂപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത്. എന്നാൽ ജ്യേഷ്ഠ സഹോദരനായി തന്നെ ഞങ്ങൾ കാണുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും ജ്യേഷ്ഠാനുജ സഹോദരന്മാരായാണ് ശൈഖുനായുടെ ശിഷ്യ കുടുംബത്തിലെ എല്ലാവരും ജീവിക്കാറുള്ളത്. ഒരുവിധം ഉസ്താദ്മാരുടെ മക്കളൊക്കെ അങ്ങനെ തന്നെ ഇക്കാരം. പക്ഷെ വണ്ടൂരിലെ ശൈഖുനായുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേക ബന്ധമാണെന്നും ഒരിക്കലും മാറാത്ത തരത്തിൽ മരിക്കുന്നത് വരെ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് ആ ബന്ധമെന്നും ആ ശിഷ്യ കുടുംബം മനസ്സിലാക്കുന്ന ഏവർക്കും അറിയും. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ കാസർഗോഡ് എന്ന് പറയുന്ന ഞങ്ങൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് നിങ്ങളെല്ലാവരും വിളിക്കുന്ന നമ്മൾ അനുസ്മരിക്കുന്ന സഹോദരൻ അല്ലാഹു തആലാന്റെ അടുക്കൽ സ്ഥാനമുള്ളവരായി നമ്മൾ മനസ്സിലാക്കുന്നു. അള്ളാന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകാൻ ഈമാനും അതിനനുസരിച്ച് അമലും മതി. അതിന്റെ പുറമെ അവർക്ക് ഇൽമുണ്ട്. ആ ഇൽമില് തസവുഫുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാഗൂതം ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും, ഇനി സ്റ്റേജ് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ആ വകയിലാണ് അവർ സംസാരിക്കാറുള്ളത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. കർണാടകയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹവുമായി ഞാൻ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്, ഒപ്പം സംസാരിക്കാറുണ്ട്. അപ്പൊ ആ സംസാരിക്കുന്ന സമയത്ത് 5-10 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ തസവുഫിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുക. ആത്മീയമായ കാര്യങ്ങൾ, ആത്മീയമായ വിവരങ്ങൾ. കിതാബ് ഓതുമ്പോഴും അദ്ദേഹത്തിന് ശ്രദ്ധ കൂടുതൽ തസവുഫിന്റെ കാര്യങ്ങളിലായിരുന്നു. പദസംബന്ധമായ കാര്യങ്ങളും ഇബാറത്തുകളും ഒക്കെ ശ്രദ്ധിക്കുന്നതിനുപരി, മറ്റ് ഗാഠമായ കാര്യങ്ങൾ ആലോചിക്കുന്നതിനുപരി, തർക്കശാസ്ത്രവും മന്ദിക്കിന്റെ കിതാബുകളും ഒക്കെ ശ്രദ്ധിക്കുന്നതിനുപരി ആത്മീയ ശാസ്ത്രവും ആത്മീയ വിവരങ്ങളും പറയുന്ന കിതാബുകളാണ് അദ്ദേഹം നല്ലോണം ശ്രദ്ധിക്കാറുള്ളത്. ശൈഖുനായുടെ ശിക്ഷകണങ്കിൽപ്പെട്ട വഹബികളിൽപ്പെട്ട എന്റെ 2-3 കൊല്ലം മുമ്പ് മൂപ്പര് പാസ്സായി പോന്നിട്ടുണ്ട്. ഞാനിപ്പോ ഈ അടുപ്പം പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ തൽക്കാലം പോയപ്പോണ്ടായ ബന്ധത്തിൽ ആള് ബന്ധപ്പെട്ടതാണ്. ആ ബന്ധം മുതൽക്കേ ബന്ധമാണ്. വഫാത്തിന്റെ ശേഷമാണെങ്കിൽ ശൈഖുനായുടെ വഫാത്തിന് ശേഷം വർഷാന്തം അവിടുത്തെ ആണ്ടിന് കാസർഗോഡ് അവറുകൾ വരാതിരിക്കാറില്ല. ഒരു നല്ല സംഘത്തോടൊപ്പം അദ്ദേഹം വരും. ഞാനിപ്പോ നേരത്തെ തങ്ങൾ പറഞ്ഞ അതുല്ലഞ്ഞോ അദ്ദേഹം എപ്പോഴും ഉണ്ടാകും. നല്ലൊരു സംഘത്തോടൊപ്പമാണ് അദ്ദേഹം വരാറുള്ളത്. ഭാര്യയെയും മക്കളുണ്ടെങ്കിൽ അവരും കൊണ്ടുവരാറുണ്ട്.
അതവിടെ വീട്ടിലൊന്നും ശല്യം ചെയ്യാറില്ല. അവര് വേറെ താമസിച്ച്, ലോഡ്ജെടുത്ത് വേറെ താമസിച്ച് പകലിൽ ശൈഖുനായുടെ വീട്ടിൽ ചെന്ന് സന്തോഷപൂർവ്വം ആണ്ടിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരും. ഇത് മൂപ്പർ വർഷാന്തം മരിക്കുന്നത് വരെ പുലർത്തിയിട്ടുണ്ട്. സംഘടനാ യോഗങ്ങളോ കോളേജ് വാർഷികങ്ങളോ ആണെങ്കിൽ അതിലൊന്നും മൂപ്പര് വിട്ടു നിൽക്കാറില്ല. എല്ലാറ്റിലും പരമാവധി പങ്കെടുക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഈ ഭാഗത്തേക്ക് പലപ്പോഴും വരുന്നതാണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ എവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ അദ്ദേഹം വരാറുണ്ട്, അങ്ങനെയൊക്കെ കാണാറുമുണ്ട്. അങ്ങനെ ഗാഢമായ ബന്ധം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 974 മുതൽ കൂട്ടിയാൽ ഇപ്പൊ 2026 നമ്മൾ വർഷത്തിൽ ഞങ്ങൾ കൂട്ടിക്കോളി, അത്രയും കൊല്ലത്തെ ഗാഢമായ ബന്ധം അദ്ദേഹത്തോടുണ്ട്. ആ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശൈഖുനാക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്റെ കാസർഗോഡ് എന്നുള്ള നിലയിൽ തന്നെ ശൈഖുനാ അവറുകൾ അവരെ കണ്ടിരുന്നു. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ശൈഖുനാ അവറുകൾക്ക് അവരാണ്. കാസർഗോഡ് എന്ന രാജ്യമല്ല, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അവരാണ്. കാസർഗോഡ് എന്ന് വേറെയും കുറെ ആളുകളുണ്ട്, പക്ഷെ ശൈഖുന കാസർഗോഡ് എന്ന് വിളിക്കാറുള്ളത് വരിക. വേറെ കാസർഗോഡ് പുറത്ത് ബായാറുന്ന ഒരാളുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്, വളരെ കാലം മുമ്പുള്ളത്, 70, 71, 69, 70 കാലത്തൊക്കെ ഉള്ള ബായാറ് പുറത്ത് മരിച്ചിട്ടുള്ളൂ അല്ലെ. ബായാർ അബ്ദുൽ മുസ്ലിം തന്നെ വലിയ അന്നും അവരൊന്നും കാസർഗോഡ് അവരെ ബായാർ എന്നതിനെ വിളിക്കാറ്, ഇവരെ മാത്രം കാസർഗോഡ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ ആ കാസർഗോഡ് എന്ന ആ ബന്ധം തന്നെ മതി. വിശ്വാസിയായി 5 നേരം നിസ്കരിച്ച് ഉള്ള കാലമത്ര ദിവസം നടത്തി പള്ളിയിലെ സേവനം ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സൂചിപ്പിച്ചതുപോലെ പള്ളി ഇല്ലാത്തിടത്തോ ഒറ്റപ്പെട്ട് നിൽക്കുന്നിടത്തൊക്കെ നിൽക്കുന്നതാണ് മൂപ്പർക്ക് ഇഷ്ടം. ശൈഖുനാവറുകൾ വണ്ടൂരിൽ നിന്ന് വിട്ട് ഏതാണ്ട് ഉടനെ അവർ പറഞ്ഞയച്ചത് നമ്മളെ പാനമാങ്കുളൂരിലെ ആലടുക്കത്തെ പള്ളിയിലേക്കാണ്. അവിടെയും ചേർന്ന് നിന്നിട്ടുള്ളൂ. ആലടുക്കത്തെ പള്ളിയിലേക്ക് അവിടെ ശൈഖുനാവറുകള് ജുമാ തുടങ്ങി കഴിഞ്ഞതിന്റെ ശേഷമുള്ള അവരുടെ പിരിയല്, കോളേജിൽ നിന്ന് പിരിയല് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ശൈഖുനാവറുകൾ അവിടെ എത്ര കൊല്ലം നിന്നിട്ടുണ്ട്, എത്ര കൊല്ലം നിന്നിട്ട് അറിയുന്നവരുണ്ടാവില്ല. ഏതായാലും കുറച്ചു കാലം അവിടെ നിന്നിട്ടുണ്ട്. എത്ര കൊല്ലം നിന്നിട്ടുണ്ട്? എത്രയെന്നറിയില്ല. ഏതായാലും അവിടെ അവര് നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ശൈഖുന തന്നെ നിർത്തിയിരുന്നു. ഇനി സ്വന്തം നിൽക്കുകയാണെങ്കിലും നമ്മളെ തങ്ങൾപ്പാപ്പാന്റെ മാതിരി തന്നെ ബഹുമാനപ്പെട്ടവരുടെ വാപ്പ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ അവറുകൾ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, അവിടെ ഹയാത്താക്കുക, അവിടെ സജീവമാക്കുക. ഇതാണ് അവരുടെ പ്രത്യേക ജോലി. അത് അവരുടെ കുടുംബത്തിന്റെയും അവരുടെ ഉപ്പാപ്പമാരുടെ ഒക്കെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. ആ ഉപ്പാപ്പമാരുടെ പാരമ്പര്യം ഇങ്ങോട്ട് കർണാടക സ്റ്റേറ്റിലേക്കും ഈ വഴിക്കും ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ അവറുകളാണ് കാര്യമായും പുലർത്തിയിരുന്നത്. മറ്റു ചിലരൊക്കെ ഉജ്ജ്വലമായ ചില സ്ഥലങ്ങളിൽ നിന്ന് അവിടെ തന്നെ നല്ല പ്രശസ്തിയിൽ നിൽക്കുന്നവരും ആ കൂട്ടത്തിലുള്ള മുത്തൂത്തങ്ങളെ പോലത്തെ അവരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. പാവങ്ങളിൽ പാവങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നൊരു പ്രകൃതമായിരുന്നു നമ്മളെ തങ്ങളെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട ശൈഖുന ഫഖറുദ്ദീൻ തങ്ങൾ അവർക്കുണ്ടായിരുന്നത്. ഇതേപോലത്തെ ഒരു സ്വഭാവമാണ് നമ്മളെ ഔപ്പറൂലിലേക്കുള്ളത്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി നിൽക്കുക. അപ്പൊ ഇത്തരം ആളുകൾ ആ ജീവിതത്തിൽ നമുക്കിടയിൽ ജീവിച്ച്, നമ്മൾ കാണുന്ന രീതിയിൽ ജീവിച്ച്, നമുക്കറിയാവുന്ന രീതിയിൽ ജീവിച്ച്, അതിൽ വഞ്ചനയില്ലാതെ, തട്ടിപ്പില്ലാതെ, ആരെയും മർദ്ദിക്കാതെ, അലോസരപ്പെടുത്താതെ, പ്രയാസപ്പെടുത്താതെ, ബുദ്ധിമുട്ടിക്കാതെ ഒരാൾ ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും സംശുദ്ധമായ ജീവിതം. അടുത്ത് പെരുമാറിയ ആളുകൾക്ക് അവരെ സംബന്ധിച്ചൊരു പ്രയാസവും തോന്നുന്നില്ലെങ്കിൽ, പെരുമാറ്റത്തിൽ അവരെ കുറിച്ചൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ, 5 നേരം നിസ്കരിച്ചുകൊണ്ട് ആൾ നടക്കുന്നുണ്ടെങ്കിൽ വേറെ വലിയ വിഭാഗത്തുകളൊന്നും നമ്മൾ കാണണ്ട. 5 നേരം ഫർള് നിസ്കരിച്ച് നടക്കുന്നത് തന്നെ മതി. അങ്ങനെ നിസ്കരിച്ച് നടക്കുന്നുണ്ട്, കൃത്യമായി അവർ മറ്റാരെയും ഉപദ്രവിക്കുന്നില്ല, ശല്യം ചെയ്യുന്നില്ല എന്ന നിലയിൽ സംശുദ്ധമായ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അള്ളാഹുവിന്റെ അഹ്ല്. അള്ളാഹുവിന്റെ ആൾക്കാർ എന്ന് പറയുന്നവർ അവരാണ്. ഈ അള്ളാഹുവിന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ പിന്നെ ഇൽമുണ്ട്, ദർസും നടത്തിക്കണെന്ന് വെച്ചാല് പിന്നെ പറയണ്ടല്ലോ. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട അംബിയാ, ശുഹദാ, അതുപോലെ ഉലമാ, ഈ 3 വിഭാഗത്തിനാണ് മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം പരലോകത്തുണ്ടാവുക. 3 വിഭാഗം, അൽ അംബിയാഉ സുമ്മൽ ഉലമാഉ സുമ്മ ശുഹദാഉ. ഒന്ന് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച രക്തസാക്ഷികളായ ശുഹദാ, പിന്നെ ഔലിയാന്റെ കൂട്ടത്തിൽ ഉലമാ. എല്ലാ ഔലിയാക്കന്മാർക്കും അവിടെ പവറില്ല. ഉലമാ
അംബിയ, ഉലമാ, അതുപോലെ ശുഹദാ. ഈ 3 വിഭാഗത്തിനാണ് പരലോകത്ത് ശുപാർശയുടെ അധികാരമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാണ്. ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു ആലിമ് തൂങ്ങി അയാൾക്ക് കൈ വെച്ചു കൊടുത്തു, ആ കൈ വെച്ച് താങ്ങിപ്പിടിച്ച് ആ ആലിമിനെ കൊണ്ടുപോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ ആലിമ് കയ്യിൽ തൂങ്ങിയത് കൊണ്ട്, ആ കയ്യിൽ ഊന്നിക്കൊണ്ട് നടക്കുന്ന ഓരോ കാൽച്ചുവടുകൾക്കും ഒരു അടിമയെ സ്വതന്ത്രമാക്കി മോചിപ്പിച്ച പ്രതിഫലം ഈ കൈത്താങ് നൽകിയതായ ആൾക്കുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാം, സാധാരണ മൂലയന്മാര് വയസ്സൊക്കെ ആയാലും കയ്യറുകൾ ഊന്നേണ്ടി വരുമല്ലോ. ആ ഊന്നിയും കൊണ്ട് പിടിച്ച് നടക്കുകയാണെങ്കിൽ, ഊന്നി പിടിച്ച് നടക്കുമ്പം കൈ ഊന്നാൻ വേണ്ടി കൈ കൊടുത്ത ആൾക്ക് ഈ ആലിമിന്റെ കൂടെ അയാൾ കാൽച്ചുവട് വെച്ച ഓരോ കാൽച്ചുവടിലും ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്കുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ആലിമിനെ ഒരാൾ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രചോദിതനായി ഒരാലിമിന്റെ തലയിൽ ചുംബിച്ചാൽ, ആ തലയിൽ ചുംബിച്ചതിന്റെ തലയിലെ മുടിയുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിനിക്ക് പ്രത്യേകമായി മഗ്ഫിറത്തുകളും പാപമോചനങ്ങളും എഴുതപ്പെടുകയും ഹസനാത്തുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഒരു ആലിമുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നീണ്ട ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ ചെറിയ ചെറിയ ശകലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനം ആലിമിനുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ പഴയ കാലത്തെ ആലിമായി ശൈഖുനായുടെ അടുത്ത് നിന്ന് കോളേജിൽ നിന്ന് പാസ്സായി ദർസ് നടത്തുന്ന ഒരു ആലിമാണല്ലോ നമ്മൾ കാണുന്നത്. ആ ആലിമും സാധാരണ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു നല്ല ആളും എന്ന് കരുതിയാൽ നമുക്ക് പരിചയമുള്ളവരിൽ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔലിയാക്കൾ. പരിചയം ഇല്ലാത്തവരൊക്കെ നമ്മൾ ഔലിയ കൗലിയ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തങ്ങൾ പറഞ്ഞ മാതിരി നിൽക്കും. അവിടെയും ഇവിടെയൊക്കെ വരുന്ന ഔലിയാക്കന്മാരൊക്കെ നമ്മൾ കണ്ടാൽ അതേമാതിരി തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ അവരുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നിത്യമായി നമ്മൾ അനുഭവിച്ചവരാണല്ലോ അവര്. അവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്, നടപ്പിരിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കടപ്പിരിപ്പിലൊന്നും ഒരു ജാടകളോ നമ്മളെ ആകർഷിക്കാൻ പറ്റിയ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്രായങ്ങളോ കാട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല. സാധാരണഗതിയിൽ എങ്ങനെയാണോ അവരുടെ ജീവിതം, അള്ളാഹു അവർക്ക് നൽകിയ പ്രകൃതം, നടത്തമാവട്ടെ, ഇരുത്തമാവട്ടെ, നൃത്തമാവട്ടെ, ഒരാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്മിൽ പെരുമാറ്റത്തിനൊരു വ്യത്യാസമോ, ആള് കൂടുതലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജനം കാണുന്ന സ്റ്റേജിലാകുമ്പോൾ ആ സമയത്തൊരു പ്രത്യേകത, ഇതൊന്നുമില്ലാതെ എങ്ങനെയാണോ അവർ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഔലിയാക്കൾ. അള്ളാഹുവിന്റെ അഹ്ലുകാരായി നമ്മൾ കാണേണ്ടതും അള്ളാഹുവിന്റെ ആളുകളായി നമ്മൾ കാണേണ്ടതും അവരെയാണ്. അവരെ കൊണ്ട് ഈ ഭൂമുഖം നിലനിൽക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്നർത്ഥം. പഴയ കാലത്താണ് എന്ന് വെച്ചാൽ അമ്പിയാക്കന്മാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആ നബിക്ക് ശേഷം വേറൊരു നബി വരികയാണ്. മറ്റൊരിനം വേറെ അവിടില്ല. കാര്യങ്ങൾ നടത്താനോ ഉപദേശിക്കാനോ ജനങ്ങളെ ഹിദായത്തിലാക്കാനോ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനോ മറ്റൊരാളുമില്ല. പിന്നെ അള്ളാഹുവിന്റെ അന്നത്തെ സമ്പ്രദായം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അള്ളാഹു തആലാന്റെ കൈകാര്യങ്ങളും അള്ളാഹു നടത്തുന്ന കാര്യങ്ങളും കുരുത്തക്കേടൊക്കെ പെട്ടെന്നാണ് നടത്തുന്നത്. പെട്ടെന്ന് കാര്യം നടത്തുക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രീതിയാണ്. ബനൂ ഇസ്രായേലിലൊക്കെ അങ്ങനെയാ ഉള്ളത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു ചെറിയ സംഭവം പറയാം. ഇത്രോ അജീബു ബനി ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ നടന്ന കൗതുകങ്ങൾ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഉദ്ധരിച്ച് ഇമാം ബുഖാരിയെ പോലുള്ളവർ പ്രത്യേകം അധ്യായം തന്നെ വെച്ചിട്ടുണ്ട്, ബനൂ ഇസ്രായേലിലെ അത്ഭുതങ്ങൾ. എന്താണ് അന്നത്തെ അത്ഭുതങ്ങൾക്ക് കാരണം? ഈ ജാതി കറാമത്തുകളൊന്നുമല്ല, പച്ച സാധുക്കൾക്കുണ്ടാകുന്ന അത്ഭുതങ്ങളാണ്. വലിയ ഔലിയാക്കന്മാരായിട്ട് ജീവിക്കുന്നവർക്കൊന്നും അല്ല അന്നത്തെ കറാമത്ത്. അതെന്തിനാന്ന് വെച്ചാൽ അന്ന് ഉലമാ ഇല്ല. ഒരു നബി വഫാത്തായാൽ പിന്നെ ഒരു നബി വരണം, വേറെ നബി. ആ നബിയുടെ സമൂഹത്തിൽ ജനങ്ങളെ സമുദ്ധരിക്കാൻ പറ്റുന്ന ആളുകൾ പിന്നെ ഇല്ല, അവർക്കതിന്റെ ഉദ്യോഗവുമില്ല. ഒരു നബി പോയാൽ വേറൊരു നബി വരിക. അങ്ങനെയല്ലല്ലോ നമ്മുടെ സമൂഹം. അപ്പൊ അക്കാലത്ത് അതിന് പറ്റിയ രീതിയിലുള്ള അള്ളാഹു തആലാന്റെ സമ്പ്രദായവും നടപടികളും അള്ളാഹു തആലാന്റെ കാര്യങ്ങൾ നടത്തലൊക്കെ ആ രീതിയിലായിരുന്നു. നല്ല അപ്പളക്കപ്പള കാണും അള്ളാഹു തആലാന്റെ നടപടി. ഇതായിരുന്നു അന്നത്തെ സ്വഭാവം. ഇമാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു മീൻ പിടിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് ആശ്രിതരുണ്ട്, കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട്.
കുട്ടികളും മക്കളുള്ള അയാൾക്ക് നിത്യേന മീൻ പിടിക്കാൻ പോകും, കിട്ടുന്ന മീന് വിൽക്കും, അതുകൊണ്ട് മക്കളെ പോറ്റും. ഇതാണ് അവരുടെ സാധാരണ ജോലി. അന്നന്ന് പിടിക്കുന്ന മീന് വിറ്റിട്ട് അയാൾ ജീവിക്കുന്നു, മക്കളെ പോറ്റുന്നു. ധാരാളം കുട്ടികളും മക്കളുള്ള ഒരാളുമാണ്. ഈ മീൻ പിടിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയായ ആള് സമുദ്രത്തു നിന്നാണോ അതോ കുളത്തിൽ നിന്നാണോ മറ്റൊന്നും തിരിയില്ലേ, മീൻ പിടിക്കുന്ന ആള് എന്നാ പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം വല ചെയ്തപ്പോ അദ്ദേഹത്തിന് വലിയൊരു മീനിനെ കിട്ടി, വലിയൊരു മീൻ. ആ വലിയ മീനിനെ കിട്ടിയപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തിൽ അന്ന് കിട്ടിയ മീനിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹത്തിന്റെ ബാധ്യതയൊക്കെ തീർക്കണം, സന്തോഷത്തിൽ നിൽക്കണം എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ മീനും താങ്ങി പിടിച്ചു പോവാണ്. വലിയൊരു മീന് കിട്ടിയതാണ്. ആ മീനുമായി പോകുന്നതിനിടയിൽ ഭരണകൂടത്തിന്റെ ഗുണ്ടാപ്പടയാളികളിൽപ്പെട്ട, അന്നത്തെ പോലീസുകാരൊന്ന് കൂട്ടിക്കൊള്ളി, അന്നത്തെ പോലീസുകാരിൽപ്പെട്ട ഒരാള് ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. ഇതെന്താണ് മീൻ എന്ന് ചോദിച്ച് പിടിച്ച് ബലമായി അയാളിൽ നിന്ന് ആ മീൻ മേടിച്ചു. ആ മീൻ മേടിച്ചിട്ട് അദ്ദേഹം നല്ല വലിയൊരു മീന്, സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു മത്സ്യമായപ്പോ മീനായപ്പോ ആ മീൻ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുകൊടുത്തു. തന്റെ വീട്ടിലേക്ക് വീട്ടുകാരിയോട് അത് ചുട്ട് കൊടുക്കാനും അത് വേവിച്ചു കൊടുക്കാനും. മശ്വി എന്ന് പറഞ്ഞപ്പോ നമുക്ക് വേണ്ടി, പണ്ടൊക്കെ ചുട്ട് എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെക്കുക എന്നാണ്. ആ ചുട്ട മീൻ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ നമുക്ക് മശ്വി എന്ന് പറഞ്ഞാൽ വേണ്ടിരിയല്ലോ. കരിയൊന്നും ആവാതെ വെണ്ണൂറൊന്നും ആവാതെ കരിക്കുന്ന വേവിക്കുന്ന രീതികൾ ഇപ്പൊ എമ്പാടുണ്ടല്ലോ, നല്ല നല്ല ഉഷാറില്. ആ ചുടാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ മശ്വി ആ മീൻ ചുട്ട് റാഹത്തിൽ ഇയാള് അത് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ, തിന്നുന്ന സമയത്ത് ഹദീസിലൂടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സംഭവം നടക്കുന്ന സമയത്ത് ആ മീൻ വായ തുറന്നിട്ട് അദ്ദേഹത്തിന്റെ ചെറിയ വിരലിന് ഒന്ന് ചെറുങ്ങനെ ഒരു പോറലേറ്റു. ഒരു ചെറിയ ഉള്ളത് വായന്റെ ഉള്ളിൽ നിന്ന് എന്തോ ആക്കിയിട്ട് ഒന്ന് കൊത്തി. ചെറിയൊരു പോറലാണ്. ആ പോറൽ കൊണ്ടുള്ള വേദന സഹിക്കവയ്യാതെ അയാൾ ആകെ പരിഭ്രാന്തനായി. ഒരു കഷ്ണം തിന്നാൻ അയാൾക്ക് കൂടിയില്ല എന്നർത്ഥം. ചുട്ട് ശരിയാക്കുന്ന ആ മീൻ ഉടനെ തന്നെ കൈകൊണ്ടുപോയി. അദ്ദേഹം പെട്ടെന്ന് അന്നത്തെ വൈദ്യന്മാരെ സമീപിക്കുമ്പോൾ, ഡോക്ടറെ സമീപിക്കുമ്പോൾ പറഞ്ഞത്, ഈ വിരല് മുറിച്ചില്ലെങ്കിൽ അത് കൈപ്പത്തിയിലേക്ക് എത്തും, അതുകൊണ്ട് വിരല് മുറിക്കണം. വിരല് മുറിക്കലേ ചികിത്സയുള്ളൂ, മറ്റൊരു ചികിത്സയില്ല. ഇതൊരു വിഷമാണ്. ആ വിഷം മാറാൻ ഇത് പറ്റാലോ. നമ്മളെ ക്യാൻസറൊക്കെ ബാധിച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ഇപ്പോ സാധാരണമാണ്. അന്നത്തെ കാലത്ത് അത്ര ഉണ്ടാവൂല. ഈ വിരല് മുറിക്കില്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ആ വിരല് മുറിച്ചു. പക്ഷെ മുറിച്ചിട്ടും വേദന മാറിയില്ല. ഈ കുറ്റസമയത്തുള്ള വേദന എന്താണോ ആ വേദന തന്നെ സഞ്ചാരം, ഒന്നിനും കഴിയാതെ സഞ്ചാരം എടുത്ത് അയാളാകെ നഷ്ടപ്പെട്ടു. പിന്നീട് വൈദ്യന്മാര് പറഞ്ഞത്, ഈ കൈപ്പത്തി മൊത്തം മുറിക്കണം, അല്ലെങ്കിൽ കൈത്തണ്ടയിലേക്ക് എത്തുന്ന, കൈത്തണ്ടയിലേക്ക് എത്താതിരിക്കാനാ കൈപ്പത്തി മുറിക്കുന്നത്. ക്യാൻസറിന് മുറിക്കണമായി തന്നെ അപ്പുറത്തേക്ക് എത്താതിരിക്കാനാ മുറിക്കുന്നത്. അങ്ങനെ കൈപ്പത്തി മുറിക്കാന്ന് പറഞ്ഞു. കൈപ്പത്തി മുറിച്ചു. കൈപ്പത്തി മുറിച്ചിട്ടും കൈത്തണ്ടയിലേക്ക് എത്തി. കൈത്തണ്ട വേദനിച്ചു. അങ്ങനെ ആകെ അദ്ദേഹത്തിന് വേദനയായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തനായി. അയാൾക്ക് അതൊന്നും അറിയില്ല. അയാള് നല്ലൊരു മീനെ ആരെയൊന്നോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് വേവിച്ചതാണ്. ഇതിലൊരു ബുദ്ധിയും കൂടി അയാൾക്ക് തോന്നിയിട്ടില്ല എന്നർത്ഥം. ഞാൻ ആരുടെയോ പിടിച്ച് മർദ്ദിച്ചു കൊണ്ടുവന്നതാണ് ഈ മീൻ എന്നുള്ളത് തിരിച്ചുപോകുന്നത്. നമുക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്നുണ്ടാവുമല്ലോ, അപ്പൊ തന്നെ ഒരു കുരുത്തക്കേട് തോന്നില്ല. ഇയാൾക്ക് അതും തോന്നിയിട്ടില്ല. ഇദ്ദേഹം അങ്ങനെ കൈ ആകെ മുറിക്കണമെന്ന് വന്നപ്പോ പരിഭ്രാന്തനായ അയാള് പിന്നെ ഒഴുകാൻ തുടങ്ങി. എല്ലാ ഭാഗത്തു കൂടി നടക്കാൻ തുടങ്ങി. നടന്ന് ക്ഷീണിച്ചപ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നേലി കണ്ടപ്പോ അയാൾ മെല്ലെ അതിലേക്ക് ചാരി ഒന്ന് ഇരുങ്ങി. അന്ന് ഉറങ്ങിയ ആ ഉറക്കത്തിന്റെ മയക്കത്തിൽ അദ്ദേഹം കാണുന്നു, നിങ്ങൾക്ക് ഈ സംഭവിച്ചത്, നിങ്ങൾ ഒരാളെ മർദ്ദിക്കുകയും നിങ്ങൾ കഷ്ടപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത നിലയ്ക്ക് നിങ്ങൾക്കെതിരിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥിച്ചയാളെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അയാളെ കൊണ്ട് പൊരുത്തപ്പെടുവിച്ച് ഇഷ്ടപ്പെടുവിച്ച് അയാളെ കൊണ്ട് സന്തോഷം വരുത്താതെ ഒരു രക്ഷയും നിങ്ങൾക്കില്ല എന്നാണ് ഉറക്കിൽ ഇദ്ദേഹത്തോട് ആള് ഒന്ന് പറയുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് തിരിയുള്ളൂ. നമുക്കൊക്കെ ഞാൻ മുമ്പേ തിരിയും. അയാൾ വന്നു. അദ്ദേഹം വന്ന് ഇദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് കണ്ട്, മാസങ്ങൾ പിടിച്ചിരിക്കുവതിന് കണ്ട് പിടിച്ച് അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടുവിച്ച് അദ്ദേഹത്തിന് വലിയ ഒരു സംഖ്യയും തന്റെ വകയിൽ കൊടുത്തിട്ടാണ്, ഈ മീനിന്റെ സംഖ്യക്ക് പുറമെ വലിയ സംഖ്യ തന്നെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടുവിച്ചത്. അതോടുകൂടെ അയാളുടെ വേദന തോന്നുന്നു.
ഈ വേദന തീർന്ന ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു വഹി അറിയിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ്. അള്ളാഹ്ക്ക് ഇത് അറിയിക്കണമെങ്കിൽ ഒരാള് വേണമല്ലോ, അത് നബിമാര് വേണം, വഹി കൊടുക്കാൻ പറ്റിയ നബിമാര്, അള്ളാഹു സന്ദേശം നൽകാൻ. നമുക്കൊക്കെ ഉറക്കലൊക്കെ കിട്ടുള്ളൂ, ഇയാൾക്ക് ഉറക്ക് കണ്ട മാതിരി നമുക്കൊക്കെ ഉറക്കൽ കിട്ടും. അങ്ങനെ ഉറക്കുള്ളത് ഇപ്പോഴും ഉണ്ട്. അതേ സമയത്ത് വഹി എന്നുള്ള നിലയിൽ അള്ളാഹു പെട്ടെന്ന് സന്ദേശം നൽകണമെങ്കിൽ, വിവരം നൽകണമെങ്കിൽ, നുബുവ്വത്തിന്റെ പട്ടം കിട്ടാൻ അള്ളാഹു പ്രത്യേകം കരുതൽ വെച്ച് വെളിച്ചത്തോടുകൂടെ അള്ളാഹു സൃഷ്ടിച്ച മഹാന്മാര് വേണം. ആ മഹാന്മാരായ നബിമാരുണ്ടെങ്കിലേ വഹി ഉണ്ടാകൂ. അന്ന് മൂസാ നബി ഉണ്ട്. മൂസാ നബിക്ക് വഹി വന്നു. ഇത്തരം ആളുകളെ ആക്രമിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ വന്നാൽ ആ ആളുകൾക്കെതിരിൽ മർദ്ദിതനായ ആള്, അതിന് ഇരയായ ആള് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അത് നല്ലോണം സൂക്ഷിക്കണം മർദ്ദകർ എന്ന് മൂസാ നബി അലൈഹിസ്സലാം വിവരം നൽകുകയും അത് സമൂഹത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കും. ഇയാൾക്ക് വന്ന അനുഭവം സമൂഹത്തിൽ വെളിപ്പെടുത്തണമല്ലോ, ബനൂ ഇസ്രായേലിൽ വെളിപ്പെടുത്തണം. ഇതിന് മൂസാ നബിക്ക് വഹി വന്നു. ഇത് അന്നത്തെ കാലത്തെ ഒരത്ഭുതമല്ല. എന്തു തരം അതിക്രമങ്ങൾ ആര് കാണിച്ചാലും അപ്പോഴക്കപ്പോഴെ അതിനുള്ള ജസ, അതിന്റെ പ്രതികാരവും അതിന്റെ ശിക്ഷയും അതിൽ നിന്ന് മടക്കാൻ വേണ്ട അല്ലാഹു തആലാന്റെ നടപടി ഉടൻ ഉണ്ടാകുമായിരുന്നു. നമ്മളെ ഉമ്മത്തിൽ അതില്ല. നമ്മളെ ഉമ്മത്തിൽ കുരുത്തക്കേട് കളിച്ചാലും പെട്ടെന്നൊന്നും പറ്റൂല. നമ്മൾ വിചാരിച്ചു അല്ലാഹു തആല ഉറങ്ങുകയാണ്, അല്ലാഹു തആല ഓഫിലാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അല്ലാഹു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഉമ്മത്തിൽ എന്തിനാ പിന്നെ അല്ലാഹു ഇത് ഒഴിവാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂലിന്റെ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മർദ്ദകരെ നീക്കാനും മർദ്ദിതരെ സഹായിക്കാനും ചൂഷിതരെ സഹായിക്കാനും ചൂഷകരെ പിടിക്കാനും ഒക്കെ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ അങ്ങൊന്നിങ്ങോളം ഭരണം നിന്ന് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഭരണല്ലേ. ഏതൊരു ഭരണത്തിന്റെ കീഴിലാണ് അക്രമിക്കതിൽ കേസ് കൊടുക്കാൻ വകുപ്പില്ലാത്തത്? ഇങ്ങനെ ആരാന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടോണ ആൾക്കെതിൽ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. പക്ഷെ നടക്കുവോ നടക്കില്ലേ, പെട്ടെന്ന് ഉപകാരം കിട്ടുമോ കിട്ടിയില്ലേ എന്നുള്ള വേറൊരു കണക്ക്. പക്ഷെ നിയമവും വകുപ്പുണ്ടല്ലോ. ശറഇന്റെ വകുപ്പിൽ അല്ലാഹു തആലാക്ക് അതിനൊരു വ്യവസ്ഥിതി ഇൽമു പഠിച്ച ഉലമാക്കളെ അല്ലാഹു അതിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഉലമാക്കൾ പിടിക്കണം കയ്യിൽ. ആ ഉലമാക്കൾ ഭരണാധികാരികൾ കൂടി അയാൾ വളരെ പെട്ടെന്ന് നടപ്പാക്കും. അങ്ങനെ നടപ്പാക്കുന്ന ഭരണമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അവിടത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഖുലഫാ റാഷിദുകൾ ഭരിച്ചിരുന്ന 4 ഖലീഫമാരുടെ കാലത്തും നടന്നിരുന്നത്. അത് ഇസ്ലാമിന്റെ ഒരു ഭരണമാണ് എന്നും അള്ളാന്റെ നടപടിയാണ് എന്നും ലോകത്തിന് ബോധ്യപ്പെടുത്താനാണ്. അവിടെ അക്രമമില്ല. അക്രമത്തിന് പകരം പെട്ടെന്നു തന്നെ കൈകാര്യം ചെയ്യാനുള്ള വകുപ്പ് നിയമം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഈ നിയമം നമ്മുടെ ശരീഅത്തിലുള്ള നിയമമാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രാജ്യത്തും അതിന് ഭരണമുണ്ട്, ഭരണത്തിന് വകുപ്പുണ്ട്, നിയമമുണ്ട്. അത് രാജ്യക്കാരുണ്ടാക്കുന്ന നിയമമാണ്. ആ രാജ്യത്ത് സ്വീകാര്യമാകുന്ന ഭരണഘടന ആ രാജ്യക്കാരുണ്ടാക്കും. എന്നാ ശരീഅത്താണോ അള്ളാഹുവിന്റെ ദീനാണോ, ആ ദീനിന് ഓരോ അക്രമത്തിനും ഈ അക്രമത്തിന് ഇന്ന ശിക്ഷ, ഈ കാര്യത്തിന് ഇന്ന ശിക്ഷ, ഇത് ഇന്ന നടപടി എന്ന രീതിയിൽ കാണുകയാണ്. അത് ഖലീഫമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളും അവരുടെ കാലത്ത് നടപ്പാക്കിയിരുന്നു. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയും. ഇത് ബനൂ ഇസ്രായേലിൽ നടക്കുന്ന നടപടിയല്ല, അത് മനുഷ്യന്മാരെ തന്നെ നടത്തണം. ഇതാണ് നമ്മുടെ രീതി. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ വന്ന് അന്യായപ്പെടുകയാണ്. അയാളെ വെറുതെ അടിച്ചിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ട് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തെ അടിച്ചു കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ആരാ എന്താന്ന് ചോദിച്ചു നോക്കുമ്പോ മിസ്റിലെ ഗവർണറായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. മിസ്റിലെ ഗവർണർ എന്ന് പറഞ്ഞാൽ മിസ്ർ ഫത്ഹ് ചെയ്തത് അദ്ദേഹമാണ്. ഇസ്ലാമിന്റെ അധീനത്തിൽ ആഫ്രിക്കയിലെ മിസ്ർ ഫത്ഹ് ചെയ്തത് മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളാണ്. അദ്ദേഹത്തെ തന്നെ അവിടെ ഗവർണറുമാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഗവർണറാക്കിയ ഇയാളുടെ മകൻ, അയാൾ ഉദ്യോഗസ്ഥനൊന്നുമല്ല, അയാളെ മകൻ, ആ മകനാണ് ഈ അടിക്കുന്നത്. കാര്യം എന്താന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഉമർ എന്നവരുടെ സമീപത്ത് നിന്ന് ഇദ്ദേഹം പറഞ്ഞു, മദീനത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന ആളുടെ മകനും ഞാനും തമ്മിൽ കുതിരപ്പന്തയം നടത്തി. എന്റെ കുതിര അദ്ദേഹത്തിന്റെ കുതിര ഏതാ മുന്നിൽ കിടക്കുകയാണ് പന്തയം. കുതിരപ്പന്തയം എന്നൊരു പന്തയം ഉണ്ടല്ലോ, അങ്ങനെ കുതിരപ്പന്തയം നടത്തി. ആ കുതിരപ്പന്തയത്തിൽ ഞാൻ മുന്നിട്ട് പോയി വിജയം നേടാൻ വേണ്ടി നോക്കുമ്പോ
എന്നെ അദ്ദേഹം പിന്നിൽ വലിയ ചാട്ട കൊണ്ട് അടിച്ചിട്ട് തകർത്തിട്ട് പിന്നോട്ടാക്കുകയും എന്നെ പരാജയപ്പെടുത്തുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ പറ്റി പരാതി പറയുന്നത്. ഈ കേസ് പറയുന്നതിന്, ഈ വിവരം അറിഞ്ഞു അംർ ഇബ്നുൽ ആസ് എന്ന പിതാവ് മദീനത്തേക്ക് വന്ന് അദ്ദേഹം കേസ് പറയുമോ, ഞാൻ കേസ് പറയുമോ എന്ന് കരുതിയിട്ട് അദ്ദേഹം മെല്ലെന്ന് എന്നെ ജയിലിലടച്ചു. അംർ ഇബ്നുൽ ആസ് ബാപ്പ ജയിലിലടച്ചിട്ട് ആ ജയിലിലടച്ച് പ്രയാസപ്പെടുത്തിയപ്പോ തക്കം കിട്ടിയപ്പോ ഞാനിങ്ങനെ ഓടി വന്നതാണ് ഖലീഫയുടെ അടുത്തേക്ക്. എന്നാ പറയണം, മദീനത്തേക്ക് മിസ്റിന്നാ ഓടി വരുന്നത്. മിസ്റിൽ നിന്ന് ഷാമിലെ അപ്പുറത്ത് വഴി വരണം, മിസ്റിൽ നിന്ന് ഷാം വഴി വരണം ബഹുമാനപ്പെട്ട മദീനയിലേക്ക് എത്താൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വര്യനാണ് അംർ ഇബ്നുൽ ആസ്. പക്ഷെ ഗവർണറാണ്. ഗവർണറുടെ മകൻ എന്നറിയുന്നത് സ്വഹാബി ഒന്നുമല്ല, അദ്ദേഹത്തിന് മകൻ എന്നുള്ള ആ ഗർവാണ് ഈ മകൻ അടിച്ചിട്ട് കാണിച്ചതാണ്. ബാപ്പ ഇതറിഞ്ഞപ്പോ മകന്റെ ഈ കേടും എന്റെ മകന്റെ കുരുത്തക്കേടും ഉമറന്നവർ അറിയരുത് എന്ന് കരുതിയിട്ട് ഇയാളെ പിടിച്ച് എന്തോ കാര്യത്തിന് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തായിരുന്നു ഞാൻ വരുന്നത്. ഖലീഫ ഉമർ എന്നവർ പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, ഹജ്ജിന്റെ കാലത്ത് മക്കയിലേക്കാണ് ഞാൻ പോകുന്നത്, ആ മക്കയിലേക്ക് ഹജ്ജിന്റെ കാലത്ത് വന്നോളൂ. അംർ ഇബ്നുൽ ആസിനോടും വരാൻ പറയൂ, മകനോടും വരാൻ പറയൂ. ഖലീഫ പറഞ്ഞു എന്ന് പറ എന്നാ. ഖലീഫ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. ഉമർ എന്നവരുടെ പേര് കേട്ട അംർ ഇബ്നുൽ ആസ് എന്നവരും മകനും എത്തി. അനസ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാനായ അനസ് എന്നവർ പറയാ, മൗസിമിൽ ഇരിക്കുകയാണ് അവര്. ഹജ്ജിന്റെ ആ ഇബാദത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്ന എടുക്കുന്നിടത്ത് കേസുകൾ വരുന്നു, കൈകാര്യം ചെയ്യുന്നു. അക്കൂട്ടത്തിൽ അംർ ഇബ്നുൽ ആസും അദ്ദേഹത്തിന്റെ മകനും ഒന്നിച്ചുണ്ട്. രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഉമർ എന്ന ഇഷാരത്ത്. ഇപ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളൊക്കെ ഈ സംഭവം അറിയുന്നത്. ഖലീഫ ഉമർ എന്നവര് അംർ ഇബ്നുൽ ആസും മകനും നിൽക്കുമ്പോ അംർ ഇബ്നുൽ ആസിന്റെ മകനെ അടിക്കാൻ പരാതിയുമായി വന്ന ആളുടെ കയ്യിലേക്ക് തന്റെ ചാട്ട ഇട്ടുകൊടുത്തു. നിന്നെ എത്രയാണോ അടിച്ചത് അത്രക്ക് മതി വരുവോളം അടിക്ക്, അയാളെ പകരടിക്കുന്നവർ. അംർ ഇബ്നുൽ ആസിന്റെ മകൻ, മിസ്റിലെ അമീറിന്റെ മകനെയാണ് ഈ തല്ലുന്നത്. മഹാനായ അംർ ഇബ്നുൽ ആസ് നോക്കി നിൽക്കെ ഈ മകനെ അടിച്ചു. അടിക്കുമ്പോ അനസെന്നവർ പറയാണ്, അയാൾക്ക് കുറെ അടി കെട്ടേണ്ടിന്നൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നു, ആരെങ്കിലും ഒന്ന് അടിക്കെട്ടിയിരുന്നു. ഞങ്ങളെ ആ കാഴ്ച നല്ലപോലെ സന്തോഷിപ്പിച്ചു. ഒരു സാധാരണ പൗരൻ ഖലീഫ കൊടുത്ത ചാട്ട കൊണ്ട് അങ്ങനെ അടിക്കുന്നു അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന സ്വഹാബിയുടെ മകനെ, മിസ്റിലെ ഗവർണറുടെ മകനെ. ആ ഗവർണറുടെ മകനെ അടി കൊള്ളുന്നത് വരെ എത്രത്തോളം ഇഷ്ടാകുമോ അത്രത്തോളം അടിച്ചു. മതിയായിട്ടാണ് നിർത്തി. പിന്നെ വേണമെങ്കിൽ അംറിനെയും അടിക്കാം എന്ന് ഉമർ എന്നവർ പറഞ്ഞു. ബാപ്പാനെ അടിക്കാം, നിങ്ങൾ ജയിലിലിട്ടീന് വേണമെങ്കിൽ അടിക്കാം, ബാപ്പാനെ അടിച്ചോ വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോ മതി, എനിക്ക് ഇഷ്ടമായി, എന്നെ തല്ലിയതിന് പകരമായി ഞാൻ നല്ലപോലെ തല്ലി അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ ഉയർച്ചയും അതിന്റെ ബഹുമതിയും ലോകത്ത് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞതാണ് എന്റെ ഉദ്ദേശ്യം. എനിക്ക് പ്രത്യേകം ഒരടിക്കാനുള്ള മോഹം കൊണ്ടല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിൽ ഇതിനൊക്കെ വകുപ്പുണ്ട്. അള്ളാന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഇവിടെ അക്രമമൊന്നും ഉണ്ടാവൂല. ആ അക്രമങ്ങളെല്ലാം അമർച്ച ചെയ്യാനും അക്രമകാരികളെ കൈകാര്യം ചെയ്യാനുമുള്ള വ്യവസ്ഥകളൊക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ടെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്റെ ഉദ്ദേശ്യം. അള്ളാന്റെ നിശ്ചയം തന്നെയാ ഹജ്ജിന്റെ മൗസിമിലല്ലേ വരുന്നത്. ഇപ്പൊ നോക്കി നിങ്ങൾ, ഇപ്പൊ ഹജ്ജിന്റെ മൗസിമിൽ നിന്നിങ്ങനെ പോണല്ലോ ആളുകൾ, 10-20 ലക്ഷം ആളുകൾ, അവരുടെ കണക്ക് പ്രകാരമുള്ള എന്റെ 10-18 ലക്ഷം ആളുകൾ, അതിന്റെ ഒരു 4-5 ലക്ഷമൊക്കെ അപ്പുറം കൂട്ടിക്കോളൂ, സ്വദേശികളും മറ്റൊക്കെ കൂട്ടിയാല് അത്രയും ലക്ഷം ആളുകൾ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ വിലക്കുകളും പാലിച്ചുകൊണ്ട് വന്നിട്ടും ഈ ലക്ഷങ്ങൾ കൂടിയിട്ടാണ് ഹജ്ജ്. ഹജ്ജ് ഫർളാക്കിയ ശേഷം ഒന്നാമത്തെ ഹജ്ജ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുമ്പോൾ അതിൽ 1 ലക്ഷത്തിലധികം പേര് പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ലക്ഷങ്ങൾ തന്നെയാണ്. ഈ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഹജ്ജിന്റെ മൗസിമിലാണ് ഖലീഫയുടെ ഈ നടപടി. അക്രമകാരികൾക്ക് അതിൽ ഇങ്ങനെയാണ് നടപടി എന്ന് പറയാൻ അള്ളാഹുവിന്റെ ശരീഅത്തിൽ വകുപ്പുണ്ട്. ഉലമാക്കന്മാര് കൈകാര്യം ചെയ്യുകയും ഉലമാക്കന്മാര് മസ്അല പറഞ്ഞു കൊടുക്കുകയും ആ മസ്അലക്കനുസരിച്ച് ഭരണാധികാരികൾ നിർദ്ദേശം നടപ്പാക്കുകയും ചെയ്താൽ നീതി നടപ്പാക്കാൻ അള്ളാഹുവിന്റെ ദീനിൽ വകുപ്പുണ്ട്. അതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഉലമാക്കളെയാണ്.
ആ ഉലമാക്കൾ വന്നപ്പോ ഉലമാക്കളുടെ കൽപ്പനക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ശരിക്കും ജീവിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെയും ജീവിക്കാം. പക്ഷെ ജീവിച്ചിട്ട് അവസാനം എടുക്കാന്ന് അള്ളാഹ് തീരുമാനിക്കുന്നത്. അല്ലാഹു തആല തീരുമാനിക്കുക ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. അങ്ങനെ രണ്ട് വിഭാഗത്തെ നിശ്ചയിച്ചത് കൊണ്ടും അത് സ്വീകരിക്കുന്നവർക്ക് സ്വർഗവും സ്വീകരിക്കാത്തവർക്ക് നരകവും അല്ലാഹു തആല തിട്ടപ്പെടുത്തിയത് കൊണ്ട് അല്ലാഹു തആല പെട്ടെന്നുള്ള അത്ഭുതങ്ങളും നടപടികളൊക്കെ പണ്ടത്തെ മാതിരി അവസാനിപ്പിച്ചിരിക്കും. അപ്പൊ അതാണ് പണ്ടത്തെ കാലത്തെ മാതിരി വരാത്തത്. പിന്നെ ഇടയ്ക്ക് ഓരോ ഔലിയാണ് വന്നാൽ ഓരോരോ കറാമത്തുകളും കാണിച്ചു വിടുകയാണ്. ചില ചൂടുള്ള ഔലിയാക്കന്മാരുണ്ടാവുള്ളൂ, അങ്ങനെ ഒരു കറാമത്തുകൾ കാണിക്കണമെന്ന് ഇവരോട് വരിക. അല്ലെങ്കിൽ അള്ളാഹു ഈ അത്ഭുതങ്ങളില്ല. എന്തേ അത്ഭുതങ്ങളില്ലാത്തത്? പരീക്ഷണത്തിന്റെ ലോകമാണ്. പരീക്ഷണത്തിന്റെ ലോകത്ത് അള്ളാഹു തആല അയച്ചിട്ട് കൊടുക്കും, ഇഷ്ടം പോലെ ജീവിച്ചോളൂ. മൂന്ന് കക്ഷികളെ അവിടെ ഉള്ളൂ: അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന സാബിഖൂൻ വകുൻതും അസ്വാജൻ സലാസ. നിങ്ങൾ മൂന്ന് കൂട്ടരാണ്. വകുൻതും അസ്വാജൻ സലാസ ഫഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന. വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ. ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു കൂട്ടരുമുണ്ട്. ആരാണവരെന്ന് അറിയോ? എന്താ അവരുടെ ഗതി എന്നറിയോ? രണ്ടിലും അള്ളാഹ് അത്ഭുതം കൂടുക. ആരാ അസ്ഹാബുൽ മൈമൻ? അവരുടെ സുഖം എന്താണ്? അവരുടെ പദവി എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത്ഭുതമുണ്ട് എന്നുള്ള അയാൾക്ക് അല്ലാഹു തആല വിവരിക്കുകയാണ്. അതേപോലെ തന്നെ വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ. ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന നരകക്കാർ അവരെന്താണ്? അവരുടെ ഗതി എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? അത്ഭുതമുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. എല്ലാവരെക്കാളും നന്മ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് അവിടെ മുന്നിൽ നിൽക്കുന്നവർ. എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്നവർ അവരാരാണെന്ന് അറിയുമോ? ഉലൈക ഹുമുൽ മുഖറബൂൻ. അന്ന് അള്ളാഹുവിന്റെ അടുക്കൽ കാര്യം പറയാൻ അള്ളാഹുവിന്റെ അടുപ്പക്കാരായി നിൽക്കുന്നവരാണ് അവരെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ മൂന്ന് വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗമില്ല. അതിലൊരു വിഭാഗം വലങ്കയിൽ കിതാബ് കിട്ടി ഹിസാബൊക്കെ ലളിതമാക്കി അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. ആ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മറ്റേ വിഭാഗം ഇടങ്കയിൽ പുറങ്കയിൽ കിട്ടിക്കൊടുത്ത് നരകത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അതിൽ അള്ളാഹു ഒരിക്കലും നമ്മ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഇത് രണ്ടിനുമിടയിൽ എന്തിനാ ഒരു കൂട്ടർ? ഉലൈക ഹുമുൽ മുഖറബൂൻ. അള്ളാഹുവിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, അള്ളാഹു തആലാന്റെ അടുക്കൽ ശബ്ദിക്കണമെങ്കിൽ, അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു കൂട്ടരുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ. അവർ നന്മ കൊണ്ട് മുന്തി നിൽക്കുന്ന ആളുകളാണ്. ആ നന്മ കൊണ്ട് മുന്തി നിൽക്കുന്ന ആളുകളെയാണ്, ഈ റെക്കമെൻഡുള്ള ആളുകളെയാണ് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നത്. അൽ അംബിയാ സുമ്മൽ ഉലമാ സുമ്മ ശുഹദാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത് ഒന്ന് അമ്പിയാക്കന്മാര്, ഒന്ന് ഉലമാക്കന്മാര്, ഒന്ന് ശുഹദാക്കൾ. ഇവരാണ് ഈ മുന്തി നിൽക്കുന്ന ആളുകൾ. അക്കൂട്ടത്തിൽപ്പെട്ട ആളുകളും കൂടിയാണ് നമ്മൾ അനുസ്മരിക്കുന്ന നല്ല മനുഷ്യന്മാര് എന്ന് വെച്ചാൽ. നോക്കി നിങ്ങൾ, അള്ളാഹു തആലാന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മീൻ തൊഴിലാളിക്ക് അള്ളാഹു കൊടുക്കുന്ന അത്ഭുതം കണ്ടു. നമ്മളപ്പോ അങ്ങനെ ഒരു അത്ഭുതം ഒരാളെ കണ്ടാല് അയാളെ പിടിച്ച് വലിയ വലിയ അത് സ്വാഭാവികമായ സംഭവമായിരുന്നു അന്ന്. അല്ലാഹു തആലാന്റെ ഒരു നടപടിയാണിത്. ദുനിയാവിന്റെ അകത്ത് നടക്കുന്ന അത്തരം അത്ഭുതങ്ങളൊന്നും ഒരു വിഷയമല്ല. അത്തരം അത്ഭുതങ്ങൾ ഇല്ലെങ്കിൽ അതൊരു കുറവുമല്ല. അല്ലാഹു തആലാന്റെ ഇഷ്ടക്കാരായ ഒരു കൂട്ടം ആളുകളെ പറ്റി എന്തെല്ലാം തമാശകളും കോപ്രായങ്ങളും ആളുകൾ കാണിക്കും. താടി നൂടി പറിക്കും, മറ്റേതാക്കും മറിച്ചാക്കും, ഒരു കുരുത്തക്കേടും പറ്റൂല. മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ പോലുള്ള ആളുകളൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സദസ്സിലിരുന്ന താടി കൊണ്ടി പൊരിക്കുക, തലയെ പൊഴിക്കുക, വെറുതെ കഴിക്കുക, അങ്ങനെ ആക്കുക. ഇതൊന്നും നമ്മുടെ കാലത്തില്ല. നമ്മുടെ കാലത്ത് നമ്മൾ തന്നെ നീച്ചു കൊടുക്കും. അള്ളാന്റെ ഔലിയാക്കന്മാർ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. അവര് പ്രതികരിക്കുക, പടച്ചോനെ ഇയാൾക്ക് നല്ലോണം കൊടുക്ക്, നല്ല ജസ കൊടുക്കും, മുന്തിയ ജസ. എങ്ങനെ കൊടുക്കണ? ആഖിറത്തിൽ വലിയ പദവി കൊടുക്കുക. ഇബ്രാഹിം എന്തേ കാര്യം? കാരണം അദ്ദേഹം മർദ്ദിക്കും തോറും പരിഹസിക്കും തോറും എനിക്ക് പദവി കൂടുകയാണല്ലോ. എനിക്ക് പദവി കൂട്ടുന്ന ഈ ആൾക്ക് ആഖിറത്തിൽ നീ പദവി കൊടുക്കുക അല്ലാന്ന് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാരാണ് നമ്മുടെ ഉമ്മത്തിലെ ഔലിയാക്കന്മാർ.
അവരാണ് നമ്മുടെ കൂട്ടത്തിലെ സൂഫിവര്യന്മാർ. ഈ സൂഫി മനസ്ഥിതിയിലുള്ള വലിയ വലിയ മഹാന്മാര് ഒരു കുരുത്തക്കേടും അപ്പം കാണിക്കുന്നില്ല, ഒരു കറാമത്തും അപ്പം കാണിക്കുന്നില്ല. ഇബ്രാഹിം അദ്ദേഹം തങ്ങളിൽ നിന്നൊന്നും അങ്ങനെ തീരെ ഉദ്ധരിക്കപ്പെട്ടിട്ടേയില്ല. മഹാനായ ഇമാം ഖുശൈരി തന്റെ റിസാല ആരംഭിക്കുന്നത് തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ്, ഇബ്രാഹിം അദ്ദേഹം തുടങ്ങിയിട്ടുള്ള മഹാന്മാരെ പറഞ്ഞുകൊണ്ടാണ്. വലിയ വലിയ ഔലിയാക്കളാക്കി ആദ്യം പറയുന്നത് അവരെയാ, ഫുളൈൽ ഇബ്നു ഇയാദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ. മഹാനായ അബുൽ ഹസൻ ശാദിലി തങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ വിവരിക്കാൻ കാരണം സാധാരണക്കാർക്ക് പ്രത്യാശയുണ്ടാക്കാനാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മുൻ ക്രിമിനലുകളാണ് ഇവര്. നമ്മുടെ ഭാഷയിൽ പറയണം മുൻ ക്രിമിനലുകൾ. പണ്ടത്തെ കാലത്ത് ക്രിമിനലുകളായി ജീവിച്ചവരാണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരും അതേപോലെ ഇബ്രാഹിം അദ്ദേഹം എന്നവരും. ബൽഖയും ഭരണവും ഒക്കെ ആയിട്ട് ഇബ്രാഹിം സുഖിച്ച് രമിച്ചു കഴിയുന്നവരായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് ആവട്ടെ കൊള്ളത്തലവനാണ് എന്ന് പറയുന്ന വിധം ജീവിച്ചിരുന്ന മുൻ ക്രിമിനൽ. അങ്ങനത്തെ മുൻ ക്രിമിനലുകളിൽ നിന്ന് അല്ലാഹു തആലയിലേക്ക് അടുക്കാനും വലുപ്പം വെക്കാനും അല്ലാഹു തആലാന്റെ ഇഷ്ടക്കാർക്ക് അങ്ങേയറ്റം സാധിക്കുമെങ്കിൽ നമ്മളിലെ പാപികളും ദോഷികളും എല്ലാം അള്ളാഹുവിലേക്ക് അടുക്കാൻ ആശിക്കുകയും പ്രതീക്ഷിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യാൻ പ്രോത്സാഹനം നൽകാനാണ് ഇവരെ പറഞ്ഞതെന്നാണ്. അത്ര വലിയ ആളുകളാക്കി. ഖുശൈരിയിൽ ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിസാലത്തുൽ ഖുശൈരിയിൽ ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മികവ് പിന്നെ പറയേണ്ടതില്ല എന്നാണ് മഹാന്മാരായ ഇമാമുകൾ വിവരിക്കുക. അങ്ങനെ വിവരിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ ആദ്യം പറയുന്നത് ഫുളൈൽ ഇബ്നു ഇയാദിനെ, ഇബ്രാഹിം അദ്ദേഹം. ഓലത്തൊന്നും വലിയ കറാമത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാണെങ്കിലോ വലിയൊരു കറാമത്ത് വേണ്ട, ചെറിയൊരു കറാമത്ത്, ഒരു ദുആ ഉത്തരം കിട്ടിയാൽ മതി. ദുആന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടും. അല്ലാഹു തആല ദുആക്ക് ഉത്തരം കിട്ടുന്നത് ഏത് തമ്മാടിക്കും ചിലപ്പോൾ കിട്ടും. ഞാനീ പറഞ്ഞില്ലേ, മർദ്ദിതനായ സമയത്തൊന്ന് ദുആയിരുന്നാൽ ചിലപ്പോൾ മർദ്ദകനെതിരിൽ പെട്ടെന്ന് ഫലിക്കും. അങ്ങനെയുള്ള ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് വലിയ ഔലിയായി. അപ്പൊ നമ്മളാ കാണുന്നതല്ല വാസ്തവത്തിൽ വിലായത്തിന്റെ മാനദണ്ഡം. വിലായത്തിന്റെ അള്ളാഹുവിന്റെ ആൾക്കാരെന്നതിന്റെ മാനദണ്ഡം നമ്മൾ സാധാരണക്കാർ തന്നെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പ്രത്യേകം ഉണർത്താറുണ്ട്. നല്ല മോമിനിയങ്ങളായി ജീവിച്ച് നല്ല നിലക്ക് ഞമ്മക്കിടയിൽ ജീവിച്ച് കടയിൽ പോയി സാധനം മേടിച്ച് കുട്ടികളെ പോറ്റി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാള് ഈമാനോടുകൂടെ നിസ്കരിച്ച് പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാ നല്ല മനുഷ്യൻ. കെടുമ്പുമില്ല, മനസ്സിന് ദ്രോഹമില്ല, ശരീരം കൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, വായ കൊണ്ട് ആരെയും ആക്രമിച്ചിട്ടില്ല. ഈ വിധത്തിൽ ഒരാൾ നല്ല നിലയ്ക്ക് ജീവിച്ചാൽ അതിനാണ് ഏറ്റവും നല്ല അല്ലാഹു തആലാന്റെ ആള്. അത് ആലിമീങ്ങളും ഔലിയാക്കൾ എന്ന് പറയാൻ പറ്റുന്ന വലിയ സമുദ്രമായ ആലിമീങ്ങളും അവരുടെ സുഹബത്തും അവരോട് അടുപ്പമുള്ള ബന്ധവും കിട്ടിയാലോ പറയും വേണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മളെ ഔക്കറൂലിയർ. നമ്മൾ അദ്ദേഹത്തെ ഔക്കറൂലിയർ എന്നാണല്ലോ വിളിക്കുന്നത്. മൂലിയർ എന്ന് നമ്മൾ കാണുന്നിടത്തോളം വിളിക്കുന്നത് പണ്ഡിതനായതുകൊണ്ടാണല്ലോ. പിന്നെ ദർസെടുത്തതിനെയാണ് ജോലി. സംസാരിക്കാറുണ്ടായിരുന്നു, പള്ളിയിൽ നിസ്കരിക്കണവർക്ക് ഉപദേശിക്കാറുണ്ടായിരുന്നു, ദീന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, കിതാബ് ഓതിയിട്ടുണ്ടായിരുന്നു. വേറൊന്നും ഇപ്പൊ സാധാരണക്കാർക്ക് തിരിയില്ല. എത്ര അറിവുണ്ട്, എങ്ങനെയാ അറിവ്, ഏതാ ഫന്ന്, മികവ്, ഇതൊന്നും ഇപ്പൊ സാധാരണക്കാർ നോക്കൂലേ മൂല്യര്. ആ മൂല്യര് നല്ല സ്വഭാവത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാകാനുള്ള മാനദണ്ഡമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പോലെ നമുക്ക് പരിചയമുള്ള ആളുകളെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. നമുക്ക് അനുഭവത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഗൗനിക്കേണ്ടത്. അല്ലാത്തവരെ നമ്മൾ ഗൗനിക്കാനും പോകേണ്ട കൂടുതൽ, അതേസമയം പരിഹസിക്കാനും പോകണ്ട. അള്ളാന്റെ അടുക്കൽ ആരാണ് വലുത് നമുക്ക് ആരെ പറ്റി അറിയില്ല. ഒരു ഔലിയാനെയും പാർട്ടി നോക്കിയിട്ടോ വകുപ്പ് നോക്കിയിട്ടോ വിഭാഗം നോക്കിയിട്ടോ പ്രവർത്തനം നോക്കിയിട്ടോ നമ്മളൊന്നും പറയേണ്ടതില്ല. ഒരാളെ നേരെ മറിച്ച് നമ്മളൊപ്പം കൂടണമോ, നമ്മൾ വല്ലതും ദ്വാരിപ്പിക്കണമോ, നമ്മൾ സമീപിക്കണമോ, അതിന് നമുക്ക് പരിചയമുള്ളവരാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പരിചയപ്പെടുന്ന ഒരാളാണ് 5-6 വർഷം മുമ്പ് മരണപ്പെട്ടത്. നമ്മളെ കോവിഡ് കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനോ പോകാനൊന്നും കഴിയാത്ത വിധം ഞങ്ങൾക്കൊന്നും മരിച്ചയിടത്തേക്ക് വരാനും പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഞാനൊക്കെ വന്നത്. അപ്പൊ ആ രീതിയിൽ പഴയ കാലത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും പണ്ട് ബന്ധമുള്ളവരും ഒന്നും ഇദ്ദേഹം മരണപ്പെട്ടത് പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല. മാസികയിലൊക്കെ കാണുമ്പോഴാണ് ആളുകൾ അറിയുന്നത്. ആ വിധം അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി. അത് നല്ല ഒരു ദുൽഹിജ്ജ മാസത്തില് 14 അദ്ദേഹം വഫാത്തായത്. താങ്കളിപ്പോ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു യാദൃച്ഛികമാണ്. ഇന്ന് ദുൽഹിജ്ജ 13, നമ്മുടെ നാട്ടിൽ 13, അക്കത്തൊക്കെയാണ് ഈ 14. അപ്പൊ ആ 13-ന്റെ അന്നാണ്
ആലുവ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ നിങ്ങളിപ്പോ കേട്ടല്ലോ. മാടവന അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയും. ആലുവ എന്ന് പറഞ്ഞാണ് റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കിടന്നിട്ടാണ് അധികം ആളുകളും അവർ താമസിക്കുന്ന പെരുമ്പാവൂരിലേക്ക് പോവുക. മാടവന എന്നറിയുന്നതാണ് അവരുടെ കുടുംബ പേര്. നിൽക്കുന്ന സ്ഥലം പെരുമ്പാവൂരാണ് സ്ഥലം. ഈ പെരുമ്പാവൂര് എല്ലാരും ആലുവയിൽ വണ്ടി ഇറങ്ങിയിട്ട് തീവണ്ടി ഇറങ്ങിയിട്ട് ആലുവയിൽ നിന്നാണ് പോവുക. അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ആലുവ അബൂബക്കർ മുസ്ലിയാരായത്. എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അവര്. ശൈഖുനാ അവറുകള് തലക്കടത്തൂരിൽ ദർസ് നടത്തുന്ന കാലത്ത് തങ്ങളവറുകൾ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയിട്ട് ചായ കൊണ്ടുവച്ചതാണ് തിരിഞ്ഞപ്പോ ശൈഖുന. ചായ കൊണ്ടുവച്ച കൂട്ടത്തില് സാധാരണ ശൈഖുന ചായ കൊണ്ടിരിക്കുമ്പോ ശൈഖുനാക്ക് മധുരമില്ലാത്ത ചായയും കൊണ്ടുവരും. മറ്റേയാള് മധുരമില്ലാത്തതാണോ ഉള്ളതാണോ എന്ന് അറിയില്ലോ. ആ നിലക്ക് ഒരു പൊതിയില് ചെറിയൊരു പൊതിയിലാക്കിയിട്ട് ഹോട്ടലിൽ പഞ്ചസാരയും കൊണ്ടുവരും. ഇതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ചായയിൽ വേണമെങ്കിൽ കലക്കാനായിട്ട് കൊണ്ടുവന്ന പഞ്ചസാരയാണ്. ഇതാണ് അദ്ദേഹം കാണുന്നത്. ഈ പഞ്ചസാര ശൈഖുനായുടെ ചായക്ക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പരുടെ ചായക്ക് ഇട്ടു കുടിച്ച് മധുരമുള്ള ചായയും പിന്നെ വേണ്ട ചായക്ക് കൂടി ഇത്രയും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി കലക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അവർക്ക് കുറിച്ച് കൊടുത്തത്. ഡോക്ടർ CK രാമചന്ദ്രൻ മരിക്കുന്നതിന്റെ തൊട്ട് ഒരു മാസം മുൻപ് പോലും ശൈഖുനാ അവറുകളെ പരിശോധിച്ചിട്ടുണ്ട് പ്രമേഹം നോക്കാൻ വേണ്ടിയിട്ട്. പ്രമേഹം നോക്കാൻ ഇത് കൊടുക്കും. അത് ആലുവായി മാറ്റിയത് അഭിനോട് പോയിട്ടാണെന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു. ഞാൻ ശൈഖുനായുടെ മുമ്പിൽ നിന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ആൾപ്പോഴുണ്ട്, മരിച്ചിട്ടില്ല. അവസാനം കോഴിക്കോട്ടുള്ള വലിയ പ്രസിദ്ധനായ ഡോക്ടർ, ആയുർവേദിക്കും അറിയും ചികിത്സയും അറിയും. അയാൾ ചികിത്സിക്കാനൊന്നുമില്ല. ഈ ഡോക്ടർ CK രാമചന്ദ്രൻ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, എങ്ങനെ ഈ പ്രമേഹം ഇല്ലാതെയായി. പ്രമേഹം എന്നത് നിങ്ങളുടെ ശരീരത്തിന് പ്രകൃതിയാ വേണം, മറ്റെല്ലാ അടയാളങ്ങളും ഉണ്ട്. പ്രമേഹം ഇല്ലാതിരിക്കാൻ ഒരു കാരണവുമില്ല അവരാണ്. അപ്പൊ മൂപ്പര് അവിടുന്ന് പറഞ്ഞു ഇയാളിൽ നിന്ന് മാറിയതും സുഖപ്പെട്ടതൊക്കെ അദ്ദേഹത്തിന് കൂടി വിവരിച്ചു കൊടുത്തു. അപ്പൊ അത്തരം അത്ഭുതകരമായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ, സ്വന്തം അനുഭവം തങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ ധാരാളം സംഭവങ്ങളുടെ ഒരു മഹാനായ ഒരു നല്ല മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ആലുവ മുസ്ലിയാർ. അങ്ങനെ നടക്കുന്ന ഒരാളാണ്. സംസാരമൊക്കെ എന്തെങ്കിലുമൊക്കെയാ സംസാരിക്കുന്നൊക്കെ പറയാം, വർത്താനൊക്കെ പറയുന്നൊക്കെ. പക്ഷേ 5 വക്ത് നിസ്കരിച്ചുകൊണ്ടൊക്കെയാണ് നടന്നിരുന്നതെന്നാണ്. ആ നിസ്കാരത്തിന് വന്നപ്പോഴാണ് സുബഹിക്ക് ജമാഅത്തിന് വരുമ്പോഴാണ് അവര് മരണപ്പെട്ടത് എന്നാണ് എന്ന് പറഞ്ഞു. അവരുടെ ഒക്കെ ഹക്കും ജാഹും ബർക്കത്തും അള്ളാഹു നമ്മുടെ സദസ്സിലും നമ്മുടെ ഈ കൂടിലും നമ്മുടെ ഈ പരിപാടികളിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷിക്കട്ടെ. അവരുടെ റഹ്മത്തും ബർക്കത്തും അള്ളാഹു തആല വർഷിക്കട്ടെ. അവരെല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളിപ്പോൾ സമ്മേളിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ അബൂബക്കർ മുസ്ലിയാർ അവറുകളെയും നമ്മളെല്ലാവരെയും, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന അടിയങ്ങളിൽ, ഇഷ്ടപ്പെടുന്ന അടിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പറയാൻ. ബഹുമാനപ്പെട്ട ബാഫുഖെ തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫുഖെ തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളപ്പോ സുന്നി യുവജന ഫെഡറേഷന്റെ സ്റ്റേറ്റ് അധ്യക്ഷൻ, നമ്മൾ ആലടുക്കിലൊക്കെ എപ്പോഴും വരാനുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ബാഫുഖെ തങ്ങൾ എന്ന് പറയുന്നവരുടെ ഉമ്മാന്റെ വാപ്പ, അവരുടെ വാപ്പയാണെങ്കിൽ മൂപ്പരുടെ പെങ്ങളെ മകനാണ്. ആ നിൽക്കും ബന്ധമുണ്ട്. ബാഫുഖെ തങ്ങളുടെ പൗത്രനാണ്, മകളുടെ മകനാണ്. അതേപോലെ പെങ്ങളെ മകന്റെ മകനാണ് നമ്മുടെ സയ്യിദ് ഹാഷിം ബാഫുഖെ തങ്ങൾ. ഇതുപോലത്തെ ഒരു കാലത്താണ് ബഹുമാനപ്പെട്ട ഒരു ഹജ്ജ് കഴിഞ്ഞ്, ഹജ്ജിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ബഹുമാനപ്പെട്ട ഒരു വഫാത്തായത്. ഖദീജ റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ മറവിട്ട് കിടക്കുന്ന മൈലാത്തിൽ അതിനിപ്പുറത്തായി ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മാലിക്കി തങ്ങളെന്ന മഹാനായ മക്കയിലെ വലിയ മുഫ്തിയും വലിയ പണ്ഡിതനുമായിരുന്ന സയ്യിദ് അലവി മാലിക്കി തങ്ങൾ അവറുകൾ കിടക്കുന്നതിന്റെ ഓരത്താണ് ഖദീജ ബീവിന്റെ കെട്ടിന്റെ ഇപ്പുറത്തായിട്ട് ബഹുമാനപ്പെട്ട ബാഫുഖെ തങ്ങൾ അവറുകൾ മക്കത്ത് പ്രവേശിക്കുന്നത്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മുടിചൂടാമന്നനായി ഏറ്റവും മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് ഡൽഹിയിൽ നിന്ന് ലോക്സഭാംഗമായിരുന്ന നമ്മുടെ അച്യുതമേനോൻ ദീർഘകാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായി. രണ്ടാമതൊരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ പിണറായി വിജയന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഡോക്ടർ അച്യുതമേനോൻ തന്നെ ആ അച്യുതമേനോനാണ്. അച്യുതമേനോന്റെ ഭരണം ഒരു വല്ലാത്ത ഭരണമായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വിമാനം ഇറങ്ങി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു,
അദ്ദേഹം എന്തിനാ വരവ്? തൽക്കാലം അന്നത്തെ മന്ത്രിസഭ പോയി പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി വരുന്നതാണ് അദ്ദേഹം. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ബാഫക്യത്തങ്ങൾ വരാൻ പറഞ്ഞാണ് അപ്പോൾ വരികയാണ്. CPIയുടെ ഏറ്റവും വലിയ ഉന്നതനായ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്യത്തങ്ങൾ വരാൻ പറഞ്ഞിട്ട് വരികയാണ് ഞാൻ എന്നാണ്. ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ പത്രക്കാരോട് അദ്ദേഹം പറയും അതാണ് ബാഫക്യത്തങ്ങൾ. ബാഫക്യത്തങ്ങൾ പറഞ്ഞാൽ അന്ന് ഭരണം മാറും, അന്ന് ഭരണമുണ്ടാവും. ആ ബാഫക്യത്തങ്ങൾ കേരളത്തിനൊരു അഭിമാനമായിരുന്നു. സമസ്ത കേരള ജമിയത്തുലമായുടെ മുഷാവറയിലും വിദ്യാഭ്യാസ ബോർഡിന്റെ ഖജാൻജിയും ഒക്കെ ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പണ്ഡിതന്മാർക്കിടയിൽ അങ്ങേയറ്റം ആദരണീയരായിട്ടുള്ള ആളാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ ആർമി കോളേജിന്റെ ഒക്കെ സ്ഥാപകരും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റും അതിന്റെ സെക്രട്ടറിയും അതിന്റെ ഭരണാധികാരിയും ഉപദേശകനും ഒക്കെ ആയിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ജീവിതകാലത്ത് നല്ലപോലെ ജീവിച്ചിട്ടുള്ള ബാഫ്യത്തങ്ങൾ അവർകൾ. അദ്ദേഹവും മരണപ്പെട്ടത് ഇന്നത്തെ ദിവസത്തിലാണ് ഒത്തുകൂടിയത്. അള്ളാഹുവരുടെ ഒക്കെ ബർക്കത്ത് നമ്മുടെ സദസ്സിൽ നൽകുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ അള്ളാഹു താല കബൂലാക്കട്ടെ. ഈ സദസ്സിൽ അനുസ്മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബൂബക്കർ ഉസ്താദിനെയും അള്ളാഹു കബൂലാക്കട്ടെ. അവരെയും അവരുടെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ഇഷ്ടക്കാരെയും നമ്മളെല്ലാവരെയും അള്ളാഹു താല അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇൻഷാ അല്ലാഹ്. ഞാൻ താങ്കൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ദ്വാരക്കാൻ കൊണ്ടാണ് താങ്കളുടെ ആ